ഹായ് കൂട്ടുകാരെ, നമസ്കാരം. അജീഷാണ് ഇടുക്കി ചില്ലീസ്. അപ്പം നമ്മളിന്ന് പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ. ഇടുക്കിയിലെ തന്നെ ഏറ്റവും കൂടുതൽ വടത്തിൻ്റെ വ്യാപാരം നടക്കുന്ന ഒരു സ്ഥലം, അതുപോലെ തന്നെ ഏലക്ക വ്യാപാരം നടക്കുന്ന ഒരു കിടിലൻ സ്ഥലത്തേക്കാണ് ഇന്നത്തെ യാത്ര. നമ്മുടെ കട്ടപ്പനയിൽ നിന്ന് കുറച്ച് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയും കാഴ്ചകളൊക്കെ നമ്മൾ പുളിയമല ഗ്രാമത്തിൻ്റെയാണ്. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാമൊക്കെ കയറി ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ പുത്തം പുതിയ ഈ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഞാൻ അജീഷ്, ഇടുക്കി ചില്ലീസ്. ഹായ് കൂട്ടുകാരെ, നമസ്കാരം. ഇന്നത്തെ യാത്ര നമ്മൾ ആരംഭിച്ചിരിക്കുന്നത് കട്ടപ്പനയ്ക്കടുത്തുള്ള പാറക്കടവ് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ്. അതായത് കട്ടപ്പന കുമിളി റൂട്ടിൽ നിൽക്കുകയാണ് യാത്ര ചെയ്ത് പോകുന്നത് കേട്ടോ. അപ്പോൾ പാറക്കടവിൻ്റെ ഒരു മനോഹരമായിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഇവിടെ ധാരാളം കടകളും നല്ല വാഗയൊക്കെ പൂത്ത് നിൽക്കുന്ന കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ യാത്ര അങ്ങനെ മുന്നോട്ട് പോവുകയാണ് കേട്ടോ. മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ നിലവിൽ കട്ടപ്പന പുളിയമല റൂട്ടിലേക്കാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പുളിയമല ചെന്നിട്ട് പുറ്റടി, അണക്കര, കുമിളി അങ്ങനെയാണ് ഈ വഴിയുടെ ഒരു കിടക്കുന്നത്. അപ്പം നമ്മൾ പുളിയമലയിൽ നിന്ന് നേരെ നമുക്ക് രാമക്കൽമേടിനും നെടുങ്കണ്ടത്തിനൊക്കെ തിരിഞ്ഞു പോകാം കേട്ടോ. അപ്പോൾ ഇവിടെ കുറേ ഇങ്ങനെ ചുരമൊക്കെ കയറി നമ്മൾ പോകണം. കുറച്ച് വളവുകളൊക്കെ ഉണ്ട്. നമ്മൾ കുറച്ച് ദൂരം ഇങ്ങനെ മുന്നോട്ട് ചെല്ലുമ്പോൾ ഒരു പ്രത്യേക വളവുണ്ട് കേട്ടോ. ഒരുപാട് വാഹനങ്ങളൊക്കെ ഒരു കാലഘട്ടത്തിൽ അപകടത്തിൽപ്പെട്ടിരിക്കുന്ന പോലീസ് വളവ്, അവിടെ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാൽ നമുക്ക് കട്ടപ്പനയുടെ ഒരു വിദൂര ദൃശ്യം അടിപൊളിയായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ഈ പോലീസ് വളവ് എന്ന് പേര് കിട്ടാൻ കാരണം കറക്റ്റ് എന്താണെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നാട്ടുകാരും ഒക്കെ വിളിക്കുന്ന ഒരു പേര് പോലീസ് വളവ് എന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നാൽ കുന്തളംപാറ മലനിരകളുടെ ഒരു സുന്ദരമായ കാഴ്ച നമുക്ക് കാണാൻ പറ്റും. ധാരാളം വാഹനങ്ങളൊക്കെ പോകുന്ന വളഞ്ഞും വളഞ്ഞുള്ള വഴി കണ്ടോ. നമ്മൾ ഇങ്ങനെയുള്ള വഴിക്കൂടെയാണ് ഇങ്ങനെ നമ്മൾ പുളിയമലയിലേക്ക് യാത്ര ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ പോകുമ്പോൾ നമുക്ക് ഇതുപോലുള്ള ഒരു 3-4 ഹെയർ പിന്നുകൾ കയറിയിട്ട് വേണം പുളിയമലയിലേക്ക് എത്താൻ കേട്ടോ. എന്താണെങ്കിലും ഇതുവഴി വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കണം. കാരണം മിക്കവാറും അപകടങ്ങളൊക്കെ സംഭവിക്കുന്ന ഒരു റോഡ് തന്നെയാണിത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് കട്ടപ്പന പാറക്കടവ് ഭാഗമാണ്, നമ്മൾ കടന്നു വന്നിരിക്കുന്ന ആ ഒരു മേഖലയിലെ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ മുന്നോട്ട് യാത്ര ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെ നിന്നാൽ ഒരു അടിപൊളി ദൃശ്യം കാണാൻ പറ്റും കേട്ടോ. നമ്മുടെ കട്ടപ്പന ടൗണിൻ്റെ ഒരു വിദൂര ദൃശ്യം. രാത്രി കാലങ്ങളിലൊക്കെ ആണെങ്കിൽ കട്ടപ്പന ടൗണിൻ്റെ ഒരു ലൈറ്റപ്പ് ഒക്കെ കാണാൻ എന്തൊരു രസമാണെന്നറിയാവോ. നമ്മളങ്ങനെ പോലീസ് വളവിൻ്റെ അവിടെ നിന്ന് മുന്നോട്ട് നമ്മൾ യാത്ര ചെയ്യുകയാണ്. വഴിയൊക്കെ ഇടുങ്ങിയ വഴിയാണ്. അത്യാവശ്യം വാഹന സർവീസുകൾ രാവും പകലുമുള്ള ഒരു വഴിയാണ് കേട്ടോ. ഇതൊക്കെ വീതി കൂട്ടി പണിയേണ്ട കാലഘട്ടം പണ്ടേ കഴിഞ്ഞതാണ്. ശരിക്കും നമ്മൾ ആദ്യം കണ്ടിരിക്കുന്ന വളവില്ലേ, അതുപോലെ കുറച്ച് വളവുകൾ കയറി വേണം നമ്മൾ പുളിയമലയിലേക്ക് എത്താൻ വേണ്ടി. അപ്പോൾ നമ്മൾ ചെല്ലുന്ന ഈ ഒരു മേഖലയിൽ ഒരു വളവുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ ഒരു വളവ് തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കണ്ടിരിക്കുന്ന പോലീസ് വളവ് പോലെ തന്നെയുള്ളൊരു വളവുണ്ട് കേട്ടോ. ഇതും അപകടമാണ്. പലപ്പോഴും ഇവിടുന്ന് ലോഡുമായിട്ട് വരുന്ന ലോറികളൊക്കെ ഇങ്ങനെ താഴെ പോയി എന്ന് നിങ്ങൾ വാർത്തകളിലൊക്കെ കേട്ടിട്ടില്ലേ. അപ്പോൾ അതങ്ങനെ പ്രധാനപ്പെട്ട ഒരു വളവുമാണ് ഇത് കേട്ടോ. ഇവിടെ നിന്ന് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ വേറൊരു സ്ഥലമുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ കുറച്ച് ദൂരം മുന്നോട്ട് പോകുമ്പോൾ വേറൊരു വളവിലേക്ക് നമ്മൾ എത്തും. അവിടെ മിക്കവാറും വാഹനങ്ങളൊക്കെ വന്ന് ബ്ലോക്ക് ആകാനാണ്. കാരണം വലിയ വാഹനങ്ങളൊക്കെ വരുമ്പോൾ തിരിയാനുള്ള ഗ്യാപ്പ് കിട്ടത്തില്ല. പരിചയമുള്ള ഡ്രൈവർമാർ വഴിയൊക്കെ കയറ്റിയെടുത്ത് തിരിച്ചു വരും കേട്ടോ. ഇവിടെ മിക്കവാറും വാഹനങ്ങളൊക്കെ ബ്ലോക്ക് ആകുന്ന ഒരു സ്ഥലമാണ്. എന്താണെങ്കിലും ഈ കഴിഞ്ഞ ദിവസം ഇവിടുന്ന് ഒരു വണ്ടിയൊക്കെ താഴോട്ട് പോയിട്ടുണ്ട്. അങ്ങനെ കൂട്ടുകാരെ, യാത്രയൊക്കെ ചെയ്ത് നമ്മൾ ഈ മലയുടെ ഏറ്റവും ടോപ്പിലേക്ക് എത്താറായിട്ടുണ്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് ധാരാളം വീടുകളൊക്കെ കാണാൻ പറ്റും. ഏലക്കാടാണ് ഫുള്ള്. ഏലക്കാടായതുകൊണ്ട് തന്നെ നമുക്ക് നല്ല മണമുണ്ട് ഈ ഏലത്തിനടിക്കുന്ന മരുന്നിൻ്റെയൊക്കെ. ഇവിടെ കയറി വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ചെറിയ പെട്ടിക്കടയുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ചായയൊക്കെ കിട്ടുന്ന ഒരു ചെറിയ പെട്ടിക്കടയാണ്. കണ്ടോ എന്തൊരു വാഹനങ്ങൾ ഇവിടെ നിർത്തിയതെന്ന് നോക്കിയേ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ തൊട്ട് പുളിയമലയായി എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഈ ഒരു വളവ് ഇറങ്ങി ചെന്നാൽ മനോഹരമായിരിക്കുന്ന ഒരു ചെറിയ കുരിശുപള്ളി നമുക്ക് കാണാൻ പറ്റും. അത്യാവശ്യത്തിലൂടെ പോകുന്ന വാഹനങ്ങളൊക്കെ നിർത്തി പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അത്. മാത്രമല്ല ഒരു വൈബ് കേന്ദ്രവും കൂടിയാണ്. അപ്പോൾ അങ്ങനെ ഇവിടെ ഒരു കൽബറ്റൊക്കെ ഉണ്ട്. ഇതിനോട് ചേർന്ന് കുറേ വാഹന വിൽപ്പന കേന്ദ്രമൊക്കെ ഉണ്ട്. ഇതുണ്ടോ ഈ ഒരു മേഖല തൊട്ട് ശരിക്കും ഇവിടെ തൊട്ട് നമ്മൾ പുളിയമല എന്നാണ് ശരിക്കും പറയുന്നത് കേട്ടോ. നമ്മളങ്ങനെ പുളിയമലയിലേക്കുള്ള യാത്രയിൽ നമ്മളിവിടെ വണ്ടിയൊക്കെ നിർത്തി കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ചെറിയ കുരിശുപള്ളിയുണ്ട്. ഈ ഒരു ആംബിയൻസ് കാണാൻ അടിപൊളിയാണ്, പ്രത്യേകിച്ച് മഴക്കാലങ്ങളിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ഞാനിവിടെ വണ്ടിയൊക്കെ നിർത്തി. നമ്മൾ വന്ന വഴിയിൽ ആ കാണുന്ന വഴി കൂടെയാണ് യാത്ര ചെയ്തു വന്നത്.
അപ്പോൾ ഇവിടെ ഈ വാക്കത്തി അങ്ങനെ കൃഷിഭൂർണ്ണങ്ങളൊക്കെ വിൽക്കുന്ന ഒരു സ്ഥാപനമുണ്ട് കേട്ടോ. സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിച്ച് വിൽക്കണമെന്നാണ് ആ ചേട്ടൻ പറഞ്ഞത്. നമ്മൾ കാണുന്ന കുരിശുപള്ളിയുടെ ഒരു കാഴ്ച ഇതാണ്. ഇവിടെ മഴക്കാലത്തൊക്കെ നല്ല കോടമഞ്ഞൊക്കെ നിൽക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്നുള്ളൊരു ഡ്രോൺ ഷെഡ് നമ്മൾ കാണുമ്പോണ്ടല്ലോ ഒരു അടിപൊളി കാഴ്ചയാണ്. നമ്മൾ കണ്ട ആ മലനിരകളില്ലേ, കുന്നളംപാറ മലനിരകൾ. ഈ കുന്നളംപാറ ശരിക്കും കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ആസ്വദിക്കാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ഒരു കോളേജ് ഉണ്ട് നമ്മൾ നിൽക്കുന്ന ഈ സ്പോട്ടിൽ തന്നെ. ഇത് പുളിയമലയിലുള്ള ക്രൈസ്റ്റ് കോളേജാണ്. അതിൻ്റെ ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുളിയമല ഗ്രാമത്തിലേക്ക് അല്ലെങ്കിൽ പുളിയമല ടൗണിലേക്ക് ഏതാണ്ട് അടുത്തിരിക്കുകയാണ്. അപ്പോൾ ആ കോളേജിൻ്റെ ഒരു കാഴ്ച തന്നെ അടിപൊളിയാണ് കേട്ടോ. കൂട്ടുകാരെ, നമ്മളിപ്പോൾ നിന്ന സ്ഥലം പുളിയമല കമ്പനിപ്പടി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. ഇവിടെ നിന്നാണ് നമ്മുടെ ക്രൈസ്റ്റ് കോളേജിലേക്ക് കയറി പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഏകദേശം ഒരു 500 മീറ്ററൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പുളിയമല എന്ന് പറയുന്ന ആ ഗ്രാമത്തിലേക്ക് എത്തും. ഗ്രാമം എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ, നമ്മുടെ കട്ടപ്പനയോട് ചേർത്ത് വെച്ച് വായിക്കേണ്ട സംഭവം തന്നെയാണ് പുളിയമല. അപ്പോൾ കട്ടപ്പന കുമിളി റൂട്ടിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനാണ് പുളിയമല. നമ്മൾ കട്ടപ്പനയിൽ നിന്ന് യാത്ര ചെയ്ത് നമ്മൾ ആദ്യം നിന്ന സ്ഥലമല്ലേ കമ്പനിപ്പടി എന്ന് പറഞ്ഞ സ്ഥലം, അവിടെ നിന്ന് ഒരു 2-3 വളവ് മുന്നോട്ട് വരുമ്പോഴാണ് ഇവിടുത്തെ ഒരു സ്കൂള് നമ്മൾ കാണുന്നത്. CMI പബ്ലിക് സ്കൂള്, കാർമൽ CMI പബ്ലിക് സ്കൂൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അടിപൊളിയായിട്ടുള്ള സ്കൂളുണ്ട് കേട്ടോ. ഇടുക്കിയിൽ തന്നെ ഫേമസ് ആയിട്ടൊരു സ്കൂളാണ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇവിടുത്തെ ഈ ഒരു ഗ്രാമത്തിലെ അമ്പലത്തിലേക്ക് കയറി പോകുന്ന അല്ലെങ്കിൽ ടെമ്പിളിലേക്ക് കയറി പോകുന്ന ഒരു വഴി നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. കൂട്ടുകാരെ, അങ്ങനെ ഫൈനലി നമ്മൾ പുളിയമലയിലേക്ക് എൻട്രി ചെയ്യാണ്. ഇവിടെ നിന്ന് ഇടത്തേക്ക് പോയാൽ മൂന്നാറും, വലത്തേക്ക് പോയാൽ കുമിളിക്കുമാണ് പോകേണ്ടത് കേട്ടോ. കുമിളി കമ്പം നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ ഇടത്തേക്ക് മൂന്നാർ പോകുന്ന വഴിക്കാണ് നെടുങ്കണ്ടം, പാമ്പാടും ചോലയൊക്കെ നമ്മൾ പോകേണ്ടത്. കാണുന്ന വഴി ശരിക്കും പൂപ്പാറ കുമിളി റൂട്ടാണ് കേട്ടോ. മൂന്നാർ പൂപ്പാറ കുമിളി റൂട്ടാണ്. അതിങ്ങനെ വന്ന് സംഗമിക്കുന്ന ഈ ഒരു ജംഗ്ഷനിലെ ഇവിടെ നിന്ന് ഇടത്തേക്ക് പോയി കഴിഞ്ഞാലാണ് നമുക്ക് രാമക്കൽമേടിന് പോകാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്കൊരു ചെറിയ പാർട്ടി ഓഫീസൊക്കെ കാണാൻ പറ്റും. അതിൻ്റെ ബാക്കിൽ സ്കൂളിൻ്റെ ബിൽഡിങ്ങുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ തേക്കടിക്ക് 31 കിലോമീറ്ററും വാഗമണ്ണിന് 53 കിലോമീറ്ററുമാണ് ഈ പുളിയമല എന്നുള്ളത്. അപ്പോൾ കൂട്ടുകാരെ, എൻ്റെ പുറകെ കാണുന്ന ഈ വഴിയാണ് രാമക്കൽമേടിന് പോകുന്നത്. 17 കിലോമീറ്ററാണ് രാമക്കൽമേടിന് ഇവിടുന്ന് ഉള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ശരിക്കും ആ ഒരു ജംഗ്ഷനിൽ നിന്ന് പുളിയമല ഗ്രാമത്തിൻ്റെ അല്ലെങ്കിൽ ടൗണിൻ്റെ കാഴ്ചകൾ കാണാൻ വേണ്ടി നമ്മൾ പോവുകയാണ്. ശരിക്കും നല്ല ചൂടുണ്ട്, ശരിക്കും നല്ല തണുപ്പുള്ള ഒരു മേഖലയാണ് പുളിയമല. പക്ഷേ ഇന്ന് നമ്മൾ വന്നു കഴിഞ്ഞപ്പോൾ നല്ല ചൂടാണ് കേട്ടോ. നമ്മളങ്ങനെ നെടുങ്കണ്ടത്ത് വന്ന ആ ഒരു മേഖലയിലേക്ക് നോക്കുമ്പോൾ ഇതുപോലെ കുറച്ച് ബിൽഡിങ്ങുകൾ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതുപോലെ ധാരാളം ഷോപ്പുകളൊക്കെ നമുക്ക് കാണാം കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഒരു പുളിയമലയുടെ സെൻട്രൽ ജംഗ്ഷൻ ഇതാണ്. ശരിക്കും കട്ടപ്പന കഴിഞ്ഞാൽ കട്ടപ്പന കുമിളി റൂട്ടിൽ അത്യാവശ്യം ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് പുളിയമല എന്ന് പറയുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ വളത്തിൻ്റെയും ഏലക്കയുടെയും അതുപോലെ സിമെൻറ്റിൻ്റെയൊക്കെ ഒരു വ്യാപാര കേന്ദ്രമാണ്. ഒരുപാട് ബിസിനസ് ഹബ്ബൊക്കെ ആയിട്ടുള്ള ഒരുപാട് ഏരിയ ഉള്ള ഒരു സ്ഥലമാണ് ഈ പുളിയമല എന്ന് പറയുന്നത് കേട്ടോ. ഇത് ഇവിടെ കുറേ ഓട്ടോറിക്ഷ ചേട്ടന്മാരുണ്ട്. ഹായ് ചേട്ടാ. അങ്ങനെ നമ്മൾ പുളിയമല സെൻട്രൽ ജംഗ്ഷനിൽ എത്തിയിട്ടോ. മൂന്നാറിലും കട്ടപ്പനയ്ക്കും തിരിയുന്ന ബോർഡൊക്കെ വെച്ചില്ലേ. അപ്പോൾ ഈ സെൻട്രൽ ജംഗ്ഷനിലാണ് നിന്നാലാണ് നമുക്ക് നെടുങ്കണ്ടത്തിനും രാമക്കൽമേടിനും അതുപോലെ കട്ടപ്പനയ്ക്കൊക്കെ പോകാൻ പറ്റുന്ന ബസ്സുകൾ നിർത്തുന്നത് കേട്ടോ. ഇവിടെ നല്ല ഫുഡൊക്കെ കിട്ടുന്ന 1-2 ഹോട്ടലൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് നമ്മളിത് കട്ടപ്പന റൂട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇതിനോട് ചേർന്ന് തന്നെ ഒരു സഹകരണ ബാങ്കിൻ്റെ ബിൽഡിങ്ങൊക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ പേര് ജെമിനി കുര്യാക്കോസ്. ഓക്കെ. ഈ പുളിയമലയുടെ ഒരു ചരിത്രവും അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയാമോ? വിശേഷം എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയാവുന്നത് പറയാം. പളിയൻമല എന്നാണ് ഇതിന് ശരിക്കും പറയുന്നത്. എങ്ങനെ? പളിയൻമല. അത് അങ്ങനെ വ്യാഖ്യാനിച്ച് പുളിയൻമല എന്നായി എന്നുള്ളതാണ്. അങ്ങനെയാണ് ആൾക്കാർ പറഞ്ഞു കേട്ടുള്ള അറിവാണ്. എത്ര വർഷമായിരിക്കണം ഇവിടെ ആളുകളൊക്കെ താമസിക്കുന്നത്? ഇവിടെ ആളുകൾ താമസിക്കാൻ തുടങ്ങിയിട്ടൊരു വർഷങ്ങളായല്ലോ അല്ലേ? കുടിയേറ്റ കാലം തൊട്ടുള്ളതാണ്. അതെ. ഇവിടുത്തെ ഫെസിലിറ്റികൾ പറയാമോ? ഇവിടുത്തെ ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിക്കാനാണെങ്കിൽ ഏറ്റവും നല്ല സ്ഥലമാണ് ഇവിടെ. ക്ലൈമറ്റ് കൊണ്ട്
പിന്നെ കൃഷി രീതി വെച്ച് നോക്കുമ്പോൾ ഏലത്തിന് പറ്റിയ അനുയോജ്യമായ സ്ഥലമാണ്. ആ രീതിയിൽ നോക്കുമ്പോൾ നല്ല സ്ഥലമാണ്. പിന്നെ യാത്രാ സൗകര്യം ഏത് റൂട്ടിലേക്ക് പോകണമെങ്കിലും ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ എങ്ങോട്ട് വേണമെങ്കിലും ഏത് സമയത്തും ഉണ്ട്. അതാണ് അതിനകത്ത്. നമ്മുടെ കട്ടപ്പനയ്ക്ക് ഇവിടുന്ന് 7 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ പുളിയമല എന്ന് പറയുന്നത് ഒരു ടൗൺഷിപ്പായിട്ട് നമുക്ക് കൂട്ടണം കേട്ടോ. കാരണം വെച്ചാൽ ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ വന്നാൽ നിങ്ങൾക്ക് താമസിക്കാനുള്ള ഒരുപാട് ലോഡ്ജുകൾ, ഹോം സ്റ്റേകൾ, റിസോർട്ടുകളൊക്കെ ഈ ഒരു പരിസര പ്രദേശങ്ങളിലുണ്ട്. 2 വഴി നിങ്ങൾ കാണുന്നില്ലേ? ഒന്ന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടിരിക്കുന്ന അന്യാർത്തോളും, ഇപ്പോൾ നമ്മൾ സഞ്ചരിക്കുന്നത് നമ്മുടെ കുമിളി റൂട്ടിലേക്കുമാണ്. അപ്പോൾ കുമിളി റൂട്ടിലേക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ ഒരു ഗ്രാമത്തിൻ്റെ പെട്രോൾ പമ്പ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നമ്മൾ പുളിയമലയിൽ നിന്ന് കുമിളി റൂട്ട് പോയാൽ ആ കാണുന്നത് ഒരു സ്കൂളാണ്, ലിറ്റിൽ ഫ്ലവർ LP സ്കൂൾ പുളിയമല. അതുപോലെ തന്നെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഈ സൈഡിൽ ഒരു സ്കൂളുണ്ട്, KUP സ്കൂൾ പുളിയമല. ആ പുളിയമല എന്ന് പറയുന്നത് ഒരു ബിസിനസ് ഹബ്ബാണ്. വളത്തിൻ്റെയും ഏലത്തിൻ്റെയും അതുപോലെ സിമെൻറ്റിൻ്റെയും ഒക്കെയുള്ള ഒരു ബിസിനസ് ഹബ്ബാണ്. അപ്പോൾ അങ്ങനെ നിരവധിയായിട്ടുള്ള സ്ഥാപനങ്ങൾ നമുക്ക് ഈ പുളിയമലയിൽ കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ നിന്ന് തേക്കടിക്കും, കുമിളിക്കും, കമ്പംമേട്ടിനും കമ്പത്തിനും പോകാമെന്ന് പറഞ്ഞൊരു ബോർഡൊക്കെ വെച്ചങ്ങനെ കാഴ്ച നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ ഇത് ഒരു അഗ്രോ മാർട്ട് എന്ന് പറഞ്ഞൊരു വളക്കടയാണ് നിങ്ങൾ കാണുന്നത്. അപ്പം ഇവിടെ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പുളിയമല എന്ന് പറയുന്ന ആ ഒരു കൊച്ചു ടൗണിൻ്റെ ഒരു വിശാലമായ ഒരു കാഴ്ച നിങ്ങൾക്ക് ഇവിടെ നിന്നാൽ ആസ്വദിക്കാൻ പറ്റും കേട്ടോ. ഇതാണ് ശരിക്കും പുളിയമല. പണ്ടറിയപ്പെടുന്ന പളിയന്മലയായിരുന്നു, പിന്നീട് അത് പളിയന്മല മാറി പുളിയന്മല ആയതാണ്. ഇവിടെ ഹൈറേഞ്ചിൻ്റെ കറഞ്ഞു പറഞ്ഞാൽ സെൻറ്റർ എന്ന് പറയാൻ പറ്റും. കട്ടപ്പനയാണേലും ഇങ്ങോട്ട് കുമ്പളിയാണേലും തേക്കടിക്കാണേലും മൂന്നാറിനാണേലും പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. എല്ലാത്തിനും സൗകര്യമുള്ള വഴി സൗകര്യവും കാര്യങ്ങളും എല്ലാം കൂടിയുള്ള ഒരു ടൗണാണ്. നല്ലൊരു സ്കൂളുണ്ട്, പള്ളിയുണ്ട്, അമ്പലമുണ്ട്. ഇവിടെ ജനങ്ങൾക്കാണേലും പണിക്കാണേലും തൊഴിലാണേലും ഏത് രാത്രി എങ്ങോട്ട് വേണമെങ്കിലും പോവുകയും യാത്ര ചെയ്യുകയും ജീവിക്കാൻ പറ്റുന്ന ഒരു സ്ഥലവും എല്ലാ സൗകര്യവും വെള്ളത്തിനും അങ്ങനെ ഒന്നും ബുദ്ധിമുട്ടുകളില്ലാത്തൊരു മേഖലയാണ് പുളിയമല. പോരെ, പേര് പറഞ്ഞില്ല. എൻ്റെ പേര് ജിബിനെ, പുളിയമലക്കാരൻ തന്നെ, ഇവിടെ ജനിച്ചു വളർന്നു. ഈ സ്ഥലം ഒരുപാട് സ്ഥലങ്ങളിലേക്ക് തിരിഞ്ഞു പോകാവുന്ന പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനാണ്. അതുകൊണ്ട് കട്ടപ്പനയ്ക്ക് ഇവിടുന്ന് 7 കിലോമീറ്ററും നെടുങ്കണ്ടത്തിന് 17 കിലോമീറ്ററും രാമക്കൽമേടിന് ഏതാണ്ട് 18 കിലോമീറ്ററും അതുപോലെ തന്നെ കുമിളിക്ക് ഏതാണ്ട് 25 കിലോമീറ്ററും നമ്മുടെ മൂന്നാറിലേക്ക് 65 കിലോമീറ്ററുമാണ് ഈ ഒരു പുളിയമലയെന്ന് നിങ്ങൾക്ക് യാത്ര ചെയ്ത് പോകാനുള്ള ദൂരം കേട്ടോ. അപ്പോൾ ഇത്ര സ്ഥലങ്ങളിലേക്ക് തിരിഞ്ഞു പോകേണ്ടത് ഈ പുളിയമല വന്നാലാണ്. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട ബിസിനസ് ഹബ്ബ് മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ ടൂറിസത്തിൻ്റെ ഒരു ടേണിംഗ് പോയിന്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ കട്ടപ്പനയ്ക്കടുത്തോടെ പുളിയമലയുടെ മനോഹരമായിരിക്കുന്ന ഒരു കാഴ്ചകളാണ് ഇതുവരെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. നമ്മുടെ ഈ വീഡിയോ കൊണ്ട് ബൈൻഡപ്പ് ചെയ്താലോ? അപ്പോൾ കട്ടപ്പനയിൽ നിന്ന് കുമിളി റൂട്ടിലും കട്ടപ്പനയിൽ നിന്ന് നെടുങ്കണ്ടം റൂട്ടിലും രാമക്കൽമേട് റൂട്ടിലും ഒക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്ന ഒരു കിടിലൻ ഡെസ്റ്റിനേഷനാണ് പുളിയമല കേട്ടോ. നമ്മളങ്ങനെ പുളിയമല ഗ്രാമത്തിൻ്റെ കാഴ്ചകളായിരുന്നു ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത്. നല്ല അടിപൊളി കാഴ്ചകൾ അല്ലേ? ഈ പുളിയമലയിൽ നിന്ന് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് നിങ്ങൾക്ക് തിരിഞ്ഞു പോകാം കേട്ടോ. കുമിളിക്കും തേക്കടിക്കും അതുപോലെ മൂന്നാറിനും നെടുങ്കണ്ടത്തിനും രാമക്കൽമേടിനും കട്ടപ്പനയ്ക്കും ഏലപ്പാറയ്ക്കും ഒക്കെ തിരിഞ്ഞു പോകാൻ പറ്റുന്ന ഒരു ഡെസ്റ്റിനേഷനാണ് ശരിക്കും ഈ പുളിയമല എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ കണ്ടില്ലേ? അപ്പോൾ നമ്മുടെ ചാനലും ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാമൊക്കെ കയറി ഫോളോ ചെയ്യുവാനും മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡ് കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.